ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റെവിറ്റ് ആർക്കിടെക്ചറിന്റെ ഒരു പുതിയ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ചു കാലമായി റെവിറ്റിന്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ട് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, 3ds മാക്സുമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റെവിറ്റിന്റെ ഒരു ട്രസ് വർക്കാണ് ചെയ്യുന്നത്. അതായത് പെട്ടെന്ന് റൂഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, റൂഫ് ട്രസ് വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം. ഓക്കെ, അതായത് നമുക്കിപ്പോൾ സ്ട്രക്ചറിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം, ബീം യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ആർക്കിടെക്ചറിൽ തന്നെ നമ്മുടെ കർട്ടൻ വാൾ യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാനിവിടെ നമ്മുടെ ഒരു MD പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂണിറ്റ് ഒന്ന് ആദ്യമേ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് സ്ട്രക്ചറിൽ യൂസ് ചെയ്തിട്ട് ബീമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബീം സിസ്റ്റം ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം, നമ്മുടെ ട്രസ് വർക്ക് ചെയ്തെടുക്കാം. പക്ഷേ റെവിറ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെവിറ്റ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് പറയുന്നത് റെവിറ്റ് ലൈറ്റ് ഉണ്ട്, റെവിറ്റ് തന്നെ ഉണ്ട്, പിന്നെ റെവിറ്റ് ആർക്കിടെക്ചറിലുണ്ട്. ഇപ്പം നോർമലി ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ആർക്കിടെക്ചറിലായിരിക്കും മിക്കവാറും ഡൗൺലോഡ് ചെയ്യാറുള്ളത്. അതല്ല എങ്കിൽ മിക്കുള്ളവർ ഞാൻ ഉൾപ്പെടെ റെവിറ്റ് തന്നെ ഫുൾ ഒരു സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആർക്കിടെക്ചർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ട്രസ് വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രക്ചറിൽ വേണമെന്നില്ല. അപ്പം അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ ഇവിടുന്ന് റൂഫ് എടുത്തു. റൂഫ് ബൈ ഫുട് പ്രിന്റ് എടുക്കാം. ലെവൽ 2-ലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പം ലെവലൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ റഫായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. ഇവിടുന്ന് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒരു റൂഫ് വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു റൂഫ് വരച്ചിട്ടുണ്ട്. ദെൻ ടിക്ക് കൊടുത്തു. 3D നോക്കാമെങ്കിൽ പിന്നെ നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ റൂഫ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇത് ജസ്റ്റ് സെലക്ട് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടി ബേസിക് റൂഫ് ഒന്ന് മാറ്റിയിട്ട് സ്ലോപ്ഡ് ഗ്ലേസിംഗ് കൊടുത്തു. ഓക്കെ, സ്ലോപ്ഡ് ഗ്ലേസിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കർട്ടൻ ഫാമിലിയാണ്. അപ്പോൾ കർട്ടൻ ഫാമിലി ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ദെൻ ഞാൻ ഇത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് IP വന്നു. എഡിറ്റ് IP വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് പറയുമ്പോൾ ഗ്രിഡ് ആണ്. ഓക്കെ, നമ്മളിപ്പം 2 ഗ്രിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ഗ്രിഡും അതിന്റെ മുള്ളിയൻസും കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഗ്രിഡ് 1 മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അതിന്റെ നൺ മാറ്റി നമ്മുടെ ലേഔട്ട് മാറ്റിയിട്ട് അത് ഫിക്സ്ഡ് ഡിസ്റ്റൻസ് കൊടുത്തു. ഒരു 150 സെന്റിമീറ്റർ ആണ് ഇത് കിടക്കുന്നത്. നമുക്കൊരു 100 സെന്റിമീറ്റർ, ഓക്കെ, ഒരു 100 സെന്റിമീറ്റർ, ഒരു മീറ്റർ. ഓക്കെ, അത് നമുക്ക് കൊടുക്കാം. ദെൻ താഴേക്ക് വന്നിട്ട് നമുക്ക് ഗ്രിഡ് 2 വേണ്ട, അത് ഞാൻ ഓഫ് ചെയ്തു. അത് വേണ്ട, ഓഫ് ചെയ്യല്ല, അത് മാറ്റി. ഓക്കെ, ദെൻ ഗ്രിഡ് 1-ന്റെ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതിന്റെ മുള്ളിയോൺസ്. ഓക്കെ, ഇന്റീരിയർ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് 50/150 അല്ലെങ്കിൽ 50 mm റേഡിയസ്. ഓക്കെ, 50/150 നമുക്ക് എടുക്കാം. ഇവിടുന്ന് നമുക്ക് ഇതും സെയിം എടുക്കാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് 50/150 റെക്ടാംഗിൾ മുള്ളിയോൺസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രം നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ ഫിക്സഡ് ഡിസ്റ്റൻസ് ആക്കുക. അതിന്റെ സ്പേസിങ് നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്, അതിന്റെ സ്പേസിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇന്റീരിയർ ബോർഡർ 1, ബോർഡർ 2 ഇത്രയും ഞാൻ റെക്ടാംഗിൾ മുള്ളിയോൺസ് ആക്കി. നിങ്ങൾക്ക് അതല്ല എങ്കിൽ ക്വാർട്ടർ കോർണർ ഉണ്ട്, അതല്ലെങ്കിൽ താഴോട്ട് വന്നാൽ ട്രപ്പിസോഡ് വീക്ക് കോർണർ ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിവിടെ നോർമലി വേണ്ടത് റെക്ടാംഗിൾ മുള്ളിയോൺ ആണ്. സോ ഞാൻ അത് സെലക്ട് ചെയ്തു, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. നമ്മുടെ അവിടെ ട്രസ് വർക്ക് പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കറക്റ്റ് അതിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, എൻ്റെ ഇത് ഭയങ്കര ചെറുതാണ്, കണ്ടില്ലേ? സോ ഞാൻ ഇത് സെലക്ട് ചെയ്തു. താഴെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫാമിലീസ് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് കർട്ടൻ പാനൽ വോൾ മുള്ളിയോൺസ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് റെക്ടാംഗിൾ മുള്ളിയോൺസ് ഉണ്ട്, അവിടെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യുക. അവിടുന്ന് 50/150 അതാണ് നമ്മൾ യൂസ് ചെയ്തത്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തിക്നെസ് ഇവിടെ 15 സെന്റിമീറ്റർ ആണ്. ഞാനൊരു 25 കൊടുത്തു. വിഡ്ത്ത് ഓൺ സൈഡ് എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. ഞാനത് 5 കൊടുത്തു. ഇത് ഞാൻ 5 കൊടുത്തു. എന്നിട്ട് അപ്ലൈ കൊടുത്തു. ഓക്കെ, ദെൻ ഓക്കെ കൊടുത്താൽ നമുക്ക് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ചുകൂടെ അതിന്റെ തിക്നെസ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ എൻഡിൽ ഒരു എക്സ്ട്രൂഷൻ വരച്ചു കൊടുക്കണം, എന്നാലേ അത് കൃത്യമാവത്തുള്ളൂ. സോ ഞാൻ ഇതിന്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയിട്ട് ഇവിടുന്ന് കമ്പോണൻസ് നമുക്ക് മോഡൽ ഇൻ പ്ലേസ് യൂസ് ചെയ്യാം. ജനറിക് മോഡൽ തന്നെ സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കാം. ഓക്കെ, ദെൻ എക്സ്ട്രൂഷൻ സെലക്ട് ചെയ്യാം.
ഞാൻ ഇവിടുന്ന് റെക്റ്റാങ്കിൾ എടുത്തു. റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമുക്ക് എക്സ്ട്രൂഷൻ വേണ്ടത് ഇത്രയാണ് വേണ്ടത്. പക്ഷേ കുറച്ച് കയറി നിൽക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഓഫ്സെറ്റ് കൊടുക്കുകയാണ്. ഒരു 20 സെന്റിമീറ്റർ ഞാൻ ഓഫ്സെറ്റ് കൊടുത്തു. ഓക്കെ, കറക്റ്റ് അത് വഴി കയറി പോകുന്നുണ്ട്, കണ്ടില്ലേ? കറക്റ്റ് അതിൻ്റെ കൂടെ പോകുന്നുണ്ട്. സോ 20 വേണ്ട, ഞാനൊരു 10 ഓഫ്സെറ്റ് ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ വരച്ചു. ഓക്കെ, ദെൻ ടിക്ക് കൊടുത്തു. നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോയാൽ നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് താഴെ എക്സ്ട്രൂഷൻ. ഞാൻ ജസ്റ്റ് അതിനെ ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് വെച്ചു. ഇത് കുറച്ച് മുകളിലേക്ക് ഞാൻ കയറ്റുകയാണ്. ഓക്കെ, ദെൻ ഫിനിഷ് മോഡൽ കൊടുത്തു. 3D നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കറക്റ്റ് നമ്മുടെ ആ ഒരു എൻഡിൽ അത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും ഇപ്പം ട്രസ് ആയതേ ഉള്ളൂ, ഇതിന് മുകളിൽ ഇങ്ങനെ റൂഫ് വരയ്ക്കും എന്ന്. അത് വളരെ സിമ്പിൾ ആണ്, വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, അതായത് നമ്മുടെ ട്രസ് വർക്കിൽ അതായത് റൂഫിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് കോപ്പി ക്ലിക്ക് ചെയ്യുക. കോപ്പി ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഇല്ലേ, പേസ്റ്റിൽ ഏറ്റവും താഴെ അലൈൻ ടു സെയിം പ്ലേസ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെയിം കോപ്പി അവിടെ വന്നിട്ടുണ്ട്. ദർ ആർ ഐഡന്റിക്കൽ ഇൻസ്റ്റൻസ് ഇൻ ദ സെയിം പ്ലേസ്. രണ്ടും സെയിം സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം താഴെ നമ്മുടെ ട്രസ്സും മുകളിൽ നമ്മുടെ റൂഫും ഓക്കെ അത് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഈ റൂഫ് ഇപ്പം മുകളിലാണ് നിൽക്കുന്നത്. സോ അത് കുറച്ചുകൂടെ താഴെ ഇറങ്ങി നിൽക്കണം. അതിനായിട്ട് ഞാൻ എഡിറ്റ് ഫുട് പ്രിന്റിൽ കൊടുത്തു. ദെൻ ടോപ്പ് വ്യൂയിലേക്ക് വന്നു. ഒരു 60 സെന്റിമീറ്റർ ഓഫ്സെറ്റിൽ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തെ ഈ പോയിന്റിലേക്ക് ഒരു ഓഫ്സെറ്റ് വരച്ചു. ഓക്കെ, ദെൻ ഞാൻ നമുക്ക് വേണ്ടാത്ത ഉള്ളിലുള്ള നേരത്തെ വരച്ചിരുന്ന ആ ഒരു റെക്റ്റാങ്കിൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ദെൻ ടിക്ക് കൊടുത്തു. നമുക്ക് 3Dയിലോട്ട് ഒന്ന് പോയാൽ നമ്മുടെ റൂഫ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? താഴെ നമ്മുടെ ഡ്രസ് വർക്ക് വന്നിട്ടുണ്ട്, മുകളിൽ നമ്മുടെ റൂഫും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഗട്ടർ കൊടുക്കാനാണ്. അത് വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഈ റൂഫ് സെലക്ട് ചെയ്യുക. ദെൻ ആർക്കിടെക്ചറിൽ റൂഫ് ഗട്ടർ ഏറ്റവും താഴെ ഓക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എൻഡ് മാത്രം ഒന്ന് പിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഗട്ടർ പ്ലേസ് ആയിക്കോളൂ. ഓക്കെ, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഗട്ടർ വന്നിട്ടുണ്ട്. ഇൻ കേസ് കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ടൈപ്പിൽ പോവുക. അവിടെ നിന്ന് നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് 150 by 150 ആണ്. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. കുറച്ചുകൂടെ വലുതായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഒരു ട്രസ് വർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ.